അപ്പോൾ താമര കൃഷി എങ്ങനെ ചെയ്യാം, എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ആവശ്യമുണ്ട് നന്നായി വളരാൻ എന്നൊക്കെ കുറിച്ചാണ് ഈ വീഡിയോസിൽ പറയുന്നത്. താമരയെ നടാൻ ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും വീഡിയോസ് ഉപകാരപ്പെടും. അപ്പോൾ കേരളത്തിൽ താമര കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. താമരയ്ക്ക് ആവശ്യമായ ചൂടുള്ള കാലാവസ്ഥയും ഉയർന്ന മഴയും കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് താമര ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വലിയ പ്ലാസ്റ്റിക് കുളങ്ങൾ മുതൽ ചെറിയ പ്ലാസ്റ്റിക് ടാങ്കുകൾ വരെ താമര കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ നടാം, അപ്പോൾ എങ്ങനെയാണ് താമര കൃഷി ചെയ്യൽ? താമര കൃഷി ചെയ്യുന്നതിന് രണ്ട് പ്രധാന വഴികളുണ്ട്. ഒന്ന് വിത്ത് ഉപയോഗിച്ചും ചെയ്യാം, അതിൻ്റെ കിഴങ്ങുകൾ ഉപയോഗിച്ചും നമുക്ക് താമര ചെയ്യാവുന്നതാണ്. അപ്പോൾ വിത്ത് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാടൻ ഇനങ്ങൾ പ്രധാനമായിട്ടും വിത്തുകൾ വഴിയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ കട്ടിയുള്ള താമര വിത്ത് വെള്ളത്തിലിടുന്നതിന് മുമ്പ് അതിൻ്റെ പുറന്തോട് ചെറുതായി ഒന്ന് ഉരസുക. അപ്പോൾ ചെറിയ ഒരു കുഴിയുള്ള ഭാഗം ഉരസുന്നതാണ് നല്ലത്. അപ്പോൾ സീഡിൻ്റെ ഒരു കുഴിയുള്ള ഭാഗത്തൊന്ന് ഉരസുന്നാകുമ്പോൾ അതാവും നല്ലത്. അതിനുശേഷം വിത്തുകൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. ദിവസവും വെള്ളം മാറ്റണം. വിത്ത് മുളച്ച് ചെറിയ ഇലകൾ വരുമ്പോൾ ചെളി നിറഞ്ഞ മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നിന്ന് ചെളി നിറഞ്ഞ മണ്ണിലേക്ക് മാറ്റി നടുക. അപ്പം ഇനിയിപ്പോൾ കിഴങ്ങ് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൈബ്രിഡ് ഇനങ്ങളുടെ കൃഷിക്ക് കിഴങ്ങുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. 2-3 മുട്ടുകളും വളരുന്ന തലപ്പമുള്ള കിഴങ്ങ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 70% മണ്ണും 30% വെള്ളവും ചേർത്ത് കുഴച്ച് ചെളി പരുവത്തിലാക്കി അതിൽ കിഴങ്ങ് നടാം. കിഴങ്ങിൻ്റെ കൂർത്ത അഗ്രഭാഗം മണ്ണിന് പുറത്ത് നിൽക്കണം. അതിൻ്റെ കിഴങ്ങിൻ്റെ ഒരു കൂർത്ത ഭാഗം മണ്ണിന് കുറച്ച് മുകൾക്ക് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായൊരു സ്ഥലം എങ്ങനെ നോക്കുക. താമരക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് താമര ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാൽ ദിവസം 6 മണിക്കൂറെങ്കിലും വെയിൽ ലഭിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. വലിയ കുളങ്ങളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടാങ്കുകളിലോ ബേസിനുകളിലോ ഒക്കെ താമര കൃഷി ചെയ്യാം. അപ്പോൾ വിത്ത് കിഴങ്ങൊക്കെ എവിടെ കിട്ടുന്നതായിരിക്കും പിന്നെയുള്ളൊരു സംശയം. അപ്പോൾ നമുക്ക് വിത്തുകളും കിഴങ്ങുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്. താമര വിത്തുകളും കിഴങ്ങുകളും ഓൺലൈൻ നഴ്സറികളിലും അഗ്രികൾച്ചർ എക്സിബിഷനുകളിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കേരളത്തിൽ താമരയോ ആമ്പലൊക്കെ കൃഷി ചെയ്ത് വെക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമുക്ക് യൂട്യൂബ് വീഡിയോസിൽ തന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഫോൺ നമ്പറുകളൊക്കെ കിട്ടും. അവരോട് ആവശ്യപ്പെട്ടാൽ അവർ അയച്ച് തരുന്ന. അപ്പോൾ ഇവരുടെ ഫോൺ നമ്പറുകൾ ഓൺലൈൻ വീഡിയോകളിലും ബ്ലോഗുകളിലൊക്കെ ലഭിക്കും. നേരിട്ട് ബന്ധപ്പെട്ടാൽ കിഴങ്ങുകളും വാങ്ങാൻ സാധിക്കും. അപ്പോൾ വളപ്രയോഗത്തെക്കുറിച്ച് വളപ്രയോഗം എങ്ങനെ എപ്പോഴൊക്കെ ചെയ്യണം എന്നാണ്. അപ്പോൾ താമരയ്ക്ക് ജൈവവളമാണ് ഏറ്റവും ഉചിതം. നടുന്ന സമയത്ത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം മണ്ണിൽ ചേർക്കുക. നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ ഒക്കെ മണ്ണിൽ ചേർക്കാം. ഏകദേശം 1.5 മാസത്തിലൊരിക്കൽ വളം ചേർക്കണം. 1.5 മാസം കൂടുമ്പോൾ വളം ചേർക്കണം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ തുല്യ അളവിലുള്ള വളം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ചെടിയുടെ ചുവട്ടിൽ ചെളിയിലേക്ക് ഇടാം. രാസവളങ്ങൾക്ക് പകരം എല്ലുപൊടിയോ മറ്റ് ജൈവവളങ്ങളോ ഉപയോഗിക്കാം. എപ്പോൾ വിളവെടുക്കാം? അടുത്ത അതാണ് ഒക്കെ താമരയൊക്കെ ഉണ്ടായി എപ്പോഴാണ് വിളവെടുക്കാൻ പാകമാണ്. അപ്പോൾ താമര നട്ടതിന് ശേഷം ഏകദേശം 3-4 മാസങ്ങൾക്കുള്ളിൽ പൂട്ട് തുടങ്ങും. 3-4 മാസം ആകുമ്പോഴേക്ക് പൂട്ട് തുടങ്ങും. ഹൈബ്രിഡ് ഇനങ്ങൾ വർഷത്തിൽ പലതവണ പൂവിടാറുണ്ട്. മഴക്കാലത്താണ് താമരച്ചെടിയിൽ കൂടുതലായി പൂക്കൾ ഉണ്ടാവുന്നത്. പൂക്കൾ വിരിയുന്നതിനനുസരിച്ച് വിളവെടുക്കാം. താമരയുടെ കിഴങ്ങുകൾക്കും വിത്തുകൾക്കും വിപണിയിൽ ആവശ്യക്കാരുണ്ട്. എങ്ങനെ വിൽക്കാം, എത്ര ലാഭം കിട്ടും? ഇനി നമുക്കത് നോക്കാം. നമുക്ക് എങ്ങനെ ഇപ്പം അത് വിൽക്കാം, എത്രയൊക്കെയാണ് ഈ താമരക്ക് വിറ്റാൽ ലാഭം കിട്ടുക. അപ്പോൾ താമര കൃഷി ലാഭകരമായൊരു വരുമാന മാർഗം തന്നെയാണ്. പൂക്കൾക്കും കിഴങ്ങുകൾക്ക് വിപണിയിൽ നല്ല വില ഉണ്ട്. അപ്പോൾ ഓരോ പൂവിനും 10 രൂപ മുതൽ 50 രൂപ വരെയാണ് സാധാരണയായി വില ലഭിക്കുന്നത്. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഇതിലും കൂടുതൽ വില ലഭിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ കിഴങ്ങുകൾ താമരയുടെ കിഴങ്ങുകൾക്ക് തൈകൾക്കും ഇനം അനുസരിച്ച് 1000 രൂപ മുതൽ 3000 രൂപ വരെ വില ലഭിക്കും. ചില പ്രത്യേക ഇനങ്ങൾക്ക് 5000 രൂപ വരെ വിലയുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി വിൽക്കുന്നതിലൂടെ കൂടുതൽ വരുമാനം നമുക്ക് നേടാൻ കഴിയും. താമരയുടെ കിഴങ്ങുകൾ പേപ്പറിൽ പൊതിഞ്ഞ് ചെറിയ പെട്ടിയിലാക്കി കൊറിയറും ചെയ്ത് കൊടുക്കാം.
അങ്ങനെയൊക്കെ നമുക്ക് അതിലൂടെ വരുമാനം നേടാൻ കഴിയും. താമര നല്ല ഡിമാൻഡുള്ള ഒരു ഫ്ലവർ. ഈ താമര കൃഷി അല്ലെങ്കിൽ താമര നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പൊതുവായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്നാണ് കുറിച്ച് സൂര്യപ്രകാശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാലും സൂര്യപ്രകാശം താമരക്ക് ധാരാളം സൂര്യപ്രകാശം ആവശ്യമാണ്. പിന്നെ വെള്ളം ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യുമ്പോൾ വെള്ളം വറ്റാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വലിയ പുഴയിൽ വലിയ കുളങ്ങളിലൊക്കെ വെള്ളം അവിടെ ഉണ്ടാവും. ചെടിച്ചട്ടിയിലൊക്കെ കുഞ്ഞു ചെടിച്ചട്ടിയിലും പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചട്ടികളിലൊക്കെ ചെയ്യുന്നവർ അതിലത്തെ വെള്ളം വറ്റാതെ ശ്രദ്ധിക്കണം. പിന്നെ കളകൾ, ചെടിയുടെ വളർച്ചയെ ബാധിക്കുന്ന കളകളൊക്കെ നീക്കം ചെയ്യണം. അതിൻ്റെ ചുറ്റുമുള്ള കളകളൊക്കെ നീക്കം ചെയ്ത് അത് എപ്പോഴും വൃത്തിയാക്കിയിടണം. പിന്നെ കീടബാധ. താമരയിൽ കീടബാധ സാധാരണ കുറവാണ്. കൊതുകുകൾ മുട്ടയിടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഗപ്പികളൊക്കെ ഇല്ലേ, കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ കുട്ടികളൊക്കെ വളർത്താറുണ്ടല്ലോ ഗപ്പികൾ. ആ ഗപ്പികളൊക്കെ അതിൻ്റെ ആ തടത്തിലോ ആ ചട്ടിയിലോ എവിടെയാണ് ചെയ്യുന്നത് അതിൽ കൊണ്ടിട്ടാൽ കൊതുകുകൾ മുട്ട ഇടൂല. മുട്ട ഇടാതിരിക്കാൻ നമുക്ക് അങ്ങനെയുള്ള വഴികളൊക്കെ ചെയ്യാം. അപ്പോൾ ചെറിയ മത്സ്യങ്ങളൊക്കെ ടാങ്കിലിടുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ താമരയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ ആ പൂവിൻ്റെ നടുവിൽ കാണുന്ന അത് പച്ച കളറിൽ, പിന്നെ അതിങ്ങനെ ഉണങ്ങി ഈ ഓരോ റൗണ്ടിൻ്റെ ഉള്ളിലും അതിൻ്റെ സീഡാണ്. അപ്പോൾ സീഡ് മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കാം, അതിൻ്റെ കിഴങ്ങ് നട്ടും തൈകൾ ഉണ്ടാക്കാം. ഇപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളിടത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് താമരയ്ക്ക്. അപ്പോൾ നല്ല സൂര്യപ്രകാശം